അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഈ വർഷത്തെ രണ്ടാം സെമസ്റ്ററിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഖസസുൻ നബിയ്യീനിലെ പുതിയൊരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സെമസ്റ്ററിൽ സയ്യിദന അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അങ്ങനെ വിവിധങ്ങളായ കഥകൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ സെമസ്റ്ററിൽ വളരെ വിശദീകരണത്തോടുകൂടെ നമുക്ക് പറയാനുള്ള കഥ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ്. അതിനു മുമ്പ് ചെറിയ രൂപത്തിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ കഥ കൂടി നമ്മൾ പരാമർശിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥയിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, യഹൂദികൾ വധിച്ചു കളഞ്ഞ രണ്ട് പ്രവാചകന്മാരാണുള്ളത്. ഒന്ന് സക്കരിയ നബിയും മറ്റൊന്ന് യഹിയ നബിയും. ഈ സക്കരിയ നബിയുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരാമർശിക്കാൻ നമ്മൾ എന്തായാലും മുതിരുന്നില്ല, സമയമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ വളരെ അത്ഭുതകരമായൊരു സംഭവം. എന്തായിരുന്നു ആ സംഭവം? സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് കാലത്തെ പ്രാർത്ഥന, ഒരുപാട് വേദന, മക്കളുണ്ടാവാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹം. പക്ഷെ അള്ളാഹു മക്കളെ നൽകിയില്ല. എല്ലാവരും പറഞ്ഞു സക്കരിയാക്കും ഭാര്യയ്ക്കും മക്കളുണ്ടാവില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, അഥവാ എല്ലാവരും തളരുകയും അവശരാവുകയും കിടപ്പിലാവുകയും ചെയ്യുന്ന വാർദ്ധക്യ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകുന്നത്. ആ ഒരു കഥയിലൂടെയാണ് പതിയെ പതിയെ ഇമ്രാനിലേക്കും, ഇമ്രാൻ്റെ മകൾ മറിയമിലേക്കും, മറിയമിൻ്റെ മകൻ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാമിലേക്കും നമ്മൾ കിടക്കുക. ഇൻഷാ അല്ലാഹ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഈ കഥയാണ് ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത്. ഖിസ്സത്തു സയ്യിദിന സക്കരിയ അലൈഹിസ്സലാം. ദുആ സക്കരിയ ലി വലദിൻ സ്വാലിഹിൻ. സ്വാലിഹായ ഒരു മകന് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ എല്ലാം പറഞ്ഞതുപോലെ ഓരോ വാക്കുകളുടെയും അർത്ഥം സെപ്പറേറ്റ്ലി നമ്മൾ പറയും. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കണം. അല്ലാതെ ഞാൻ എഴുതിയ ആ അർത്ഥം അതോടുകൂടെ പറയുക എന്നുള്ളത് നിങ്ങൾക്കപ്പോൾ കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്ലാസ് മുഴുവനായി കേൾക്കുക. ഓരോ വാക്കുകളും പ്രധാനമാണ്, കഥയും പ്രധാനമാണ്. അപ്പോൾ സച്ചരിതനായ നല്ല ഒരു കുട്ടിക്ക് വേണ്ടി സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം പറയുന്നത്. വലൗനുൻ ആഖറുൻ മിൻ ആലാ ഇല്ലാഹി അലാ ഇബാദിഹി വ ആയാതി ഖുദ്റതിഹി അല്ലതി അഹാതത് ബികുല്ലി ഷൈഇൻ തജല്ലാ ഫീ ദുആഇ സക്കരിയ ലിവലദിൻ സ്വാലിഹ്. ലൗനുൻ ആഖർ, മറ്റൊരു ഇനം. ലൗന് എന്ന് പറഞ്ഞാൽ ശരിക്കും നിറം എന്നാണ്, പക്ഷെ അത് ഇനം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഐറ്റം എന്ന അറബിയിൽ നമ്മൾ പറയുമല്ലോ, ആ അർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ നിന്നുള്ള മറ്റൊരു അടയാളം എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള മറ്റൊരു ദൃഷ്ടാന്തം. ഓക്കെ, എന്താ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? നമുക്ക് പഠിക്കാനും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുമായി അള്ളാഹു നൽകുന്നതാണ്. ഖുർആൻ ഒരു ദൃഷ്ടാന്തമാണ്, അല്ലേ? സൂറത്തുർ റഹ്മാനിൽ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് പറയുന്നുണ്ട്, അല്ലേ? അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് ഇവർ കളവാക്കുന്നത്? ആര്? മനുഷ്യരും ജിന്നുവർഗവും. അപ്പോൾ ഇതാണ് ദൃഷ്ടാന്തം. അപ്പോൾ അള്ളാഹു ലോകത്താകമാനം ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു ദൃഷ്ടാന്തമാണ്, നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ. എന്തായാലും അള്ളാഹുവിൻ്റെ ഈ ആലത്തുഞ്ചം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള മറ്റൊരു ദൃഷ്ടാന്തം ആർക്കുമേൽ അല ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകൾക്കായി നൽകിയ, വ ആയാതി ഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ തെളിവുകൾ. ആയത്ത് എന്ന് പറഞ്ഞാലും ദൃഷ്ടാന്തം തന്നെയാണ്, തെളിവുകൾ. അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹുവാണ് ഇവിടെ
ഏറ്റവും കഴിവുള്ളവൻ എന്നുള്ളത് തെളിയിക്കുന്ന തെളിവുകൾ. അല്ലത്തി എങ്ങനത്തെ ഖുദ്റത്താണ്? അഹാത്തത് ബികുല്ലി ഷൈഇൻ, ഈ ലോകത്തുള്ള സകല വസ്തുക്കളുടെ മേലും ചുറ്റിയ എന്ന് പറഞ്ഞാൽ സകല വസ്തുക്കളുടെ മേലും അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. അതിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ പറയുന്നത്. തജല്ല, അത് വെളിവായത്, ആ ദൃഷ്ടാന്തം വെളിവായത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വെളിവായത് ഫി ദുആഇ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിലാണ്. എന്തായിരുന്നു പ്രാർത്ഥന? ലിവലദിൻ സ്വാലിഹിൻ, നല്ല ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥന. റളിയിൻ, തൃപ്തനായ. അള്ളാഹുവിൻ്റെ ഏത് നിയമമുണ്ടെങ്കിലും ഏത് വിധിയുണ്ടെങ്കിലും അതിൽ തൃപ്തിപ്പെടുന്ന നല്ല ഒരു കുഞ്ഞിന് വേണ്ടി. ബർറിൻ, നമുക്കറിയാം അർത്ഥം അല്ലേ? റളിയന തൃപ്തിപ്പെടുന്നവൻ, ബർറ് എന്ന് പറയുന്ന നല്ലവൻ, ബർറ്. തഖിയ്യൻ, തഖ്വയുള്ളവൻ, ഭയഭക്തിയുള്ള. അപ്പോൾ ഭയഭക്തിയുള്ള, നല്ല, എല്ലാ വിധിയിലും തൃപ്തി കാണിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി. പിന്നെയോ എന്തിനാണ് ഒരു കുട്ടിക്ക് വേണ്ടി ഇത്രയും ആഗ്രഹിക്കേണ്ടത്? യരിസുഹു, ആ കുട്ടി അനന്തരമെടുക്കും. എന്താ അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ബാപ്പാൻ്റെ സ്വത്തും ബാപ്പാൻ്റെ എല്ലാം സ്ഥാനവും എല്ലാം അനന്തരമെടുക്കേണ്ട ആളാണ് മക്കൾ. അപ്പോൾ യരിസുഹു, ഈ കുട്ടി, ഹു എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ അനന്തരമെടുക്കും. വയരിസു മിൻ ആലി യാക്കൂബ്, സക്കരിയ നബിയൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലേ, യൂസുഫ് നബിയുടെ ഉപ്പ. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ വരുന്നതാണ്. അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ നിന്നും സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും അനന്തരമെടുക്കും. ഈ അനന്തരം എന്ന് പറഞ്ഞാൽ ഏക്കറക്കണക്കിന് ഭൂമിയല്ല. ഇവരുടെ അനന്തരാവകാശം എന്താണ്? നുബൂവത്താണ്. അപ്പോൾ നുബൂവത്തിന് പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്. പിന്നെ ആ കുട്ടി എന്താ ചെയ്യുക? വയഖൂമു ബിദ്ദഅവതി ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള പ്രബോധനം ഏറ്റെടുക്കും. യഖൂമു ബി എന്ന് പറഞ്ഞാൽ, ഖാമ ബി എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക എന്നാണ്. ഖാമ ബിദ്ദഅവ, പ്രബോധനം ഏറ്റെടുക്കും, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അപ്പോൾ ഇതിനു വേണ്ടിയാണ്, അറിയാലോ, നല്ല ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകനായ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴാണിത് പ്രാർത്ഥിക്കുന്നത്? വദാലിക, ഈ പ്രാർത്ഥനയുണ്ടാവുന്നത് ഹീന തഖദ്ദമത് ബിഹിസ്സിന്നു. തഖദ്ദമ സിന്നു എന്ന് പറഞ്ഞാൽ വയസ്സ് മുന്തുക എന്ന് നമ്മൾ നേരിട്ടർത്ഥം വെക്കും. അഥവാ അദ്ദേഹത്തെക്കാൾ വയസ്സ്, ബിഹി എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ വയസ്സ് മുന്ത എന്ന് പറഞ്ഞാൽ ഇനി അത്രക്കും വൃദ്ധനാവുക. ഓക്കെ, ഹീന തഖദ്ദമത് ബിഹിസ്സിന്നു, വയസ്സ് മുന്തുക എന്ന് പറഞ്ഞാൽ വൃദ്ധനായ സമയത്താണ്. പിന്നെയോ വവഹന മിൻഹുൽ അൽമു, അദ്ദേഹത്തിൻ്റെ എല്ലുകളെല്ലാം ശോഷിച്ച സമയത്താണ്. വഹന എന്ന് പറഞ്ഞാൽ ശോഷിക്കുക. ശോഷിക്കുക എന്ന അർത്ഥം അറിയുമല്ലോ, ക്ഷീണിക്കുക. അപ്പോൾ നമ്മൾ നല്ല ഊർജ്ജസ്വലരാകുമ്പോഴാണ് നമുക്ക് നല്ല മക്കളുണ്ടാവുക അല്ലേ? നല്ല യുവാക്കളാവുമ്പോൾ. വൃദ്ധന്മാരായ ആളുകൾക്ക് മക്കൾ ഉണ്ടാവാൻ വളരെ പ്രയാസമാണ്, ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം നല്ല വൃദ്ധരായ സമയത്താണ്, എല്ലുകൾ ശോഷിച്ച സമയത്താണ്. വലജ്ജ ബിഹിഷൈബു, നല്ല ഒരു വാക്കാണത്. ലജ്ജ എന്ന് പറഞ്ഞാൽ ഓളം അടിക്കുക എന്നാണ്, തിരമാല അടിക്കുക എന്നാണ്. ലുജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ തിരമാലയാണ്. അഷൈബു എന്ന് പറഞ്ഞാൽ നര, വാർദ്ധക്യത്തിൻ്റെ നര. തലകളിൽ നരയുടെ തിരമാലകൾ ഓളമടിച്ച സമയത്താണ് എന്ന് പറഞ്ഞാൽ നിറയെ നരച്ച സമയത്താണ് ഇദ്ദേഹം ഈ പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ വങ്കത റജാഉ, എല്ലാ പ്രതീക്ഷകളും മുറിഞ്ഞ സമയത്ത്. എന്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷ? മിൻ അൻ തലിദ സൗജുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ സൗജത്ത് എന്നാണ് പറയുക. പക്ഷെ സൗജ് എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്, ഭാര്യ എന്നുണ്ട്, ഭർത്താവ് എന്നുണ്ട്. അപ്പോൾ മിൻ അൻ തലിദ സൗജുഹു, സ്വന്തം ഭാര്യ ഇനി പ്രസവിക്കുമെന്ന എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച സമയത്താണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വെളിവാവുന്നത്. ഫഅജാബ അല്ലാഹു തആല ദുആഅഹു, കാലങ്ങളായുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. വകദ്ദബ, അങ്ങനെ അള്ളാഹു ഇല്ലാതാക്കി, കളവാക്കി എന്നുള്ളതിനേക്കാൾ ഇല്ലാതാക്കി. ലുനൂനന്നാസി, ജനങ്ങളുടെ ഊഹങ്ങളും ജനങ്ങളുടെ ധാരണകൾ. എന്താ ജനങ്ങളുടെ ധാരണ? വയസ്സായ കുട്ടികളുണ്ടാവില്ല,
അള്ളാഹുവിന് പിന്നെ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റൂല അയാളിലൂടെ. അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് കഴിയാത്തതായി എന്തുണ്ട്? എല്ലാ അർത്ഥത്തിലും ക്ഷീണിച്ചവശനായി പരവശനായി കിടക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ വാരിയലിലൂടെ ഒരു നല്ല കുഞ്ഞിനെ പ്രദാനം ചെയ്ത അള്ളാഹു. അബ്തല തജാരിബൽ ഖദീമ, അബ്തല അതും ഇല്ലാതാക്കി എന്നാണ്, ബാത്തിലാക്കുക, ഇല്ലാതാക്കി. തജാരിബൽ ഖദീമ, തജ്രിബത്തിൻ്റെ ജമാണ് തജാരിബ്, അനുഭവങ്ങൾ. അൽ ഖദീമ, മുൻകാല അനുഭവങ്ങൾ. മുൻകാല അനുഭവങ്ങളിലൊന്നും ഒരു വൃദ്ധനിലൂടെ ഒരു നല്ല കുഞ്ഞുണ്ടായിട്ടില്ല. അതാണ് അള്ളാഹു ഇല്ലാതാക്കിയത്. എന്തായാലും ഫറസഖഹു, ഈ സക്കരിയ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നൽകി വലദൻ റാഷിദ, സ്മാർട്ട് ഗായ്, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയെ, നല്ല മികവുറ്റ ഒരു കുട്ടി. ബക്കറ, എന്താണ് ആ കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്? ബക്കറ. ബക്കറ എന്ന് പറഞ്ഞാൽ നേരത്തെ നൽകി, ഏളി അല്ലേ? നമ്മൾ നേരത്തെ എണീക്കുന്നതിന് ബക്കറ എന്ന് പറയും അല്ലേ? ഒരു സാധാരണ ഉണ്ടാവേണ്ട സമയത്തിന് മുമ്പേ ഒരു മരത്തിൽ ഫലം കായ്ച്ചാൽ അതിനും ബക്കറ എന്ന് പറയും. ബക്കറ സമറ എന്ന് പറയും അല്ലേ? ഇപ്പോൾ സെപ്റ്റംബറിലാണ് ഉണ്ടാവേണ്ടതെങ്കിൽ ഫലം ജൂലൈയിൽ തന്നെ ഉണ്ടായാൽ ബക്കറ എന്ന് പറയും. എന്ന് പറയുന്ന പോലെ സാധാരണ എല്ലാവരും അതിൻ്റെ ഒരു കുഞ്ഞിനുണ്ടാവേണ്ട അറിവും വിവേകവും ഉണ്ടാവേണ്ടതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ, നമ്മൾ പറയില്ല ചില കുട്ടികൾക്ക്, അതിന് നമ്മൾ പറയുക പ്രീ മാച്ചുർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. കാലത്തിന് സമയം എത്തുന്നതിന് മുമ്പേ പ്രീ മാച്ചുർ. അതിന് മരണത്തിനും പറയും പ്രീ മാച്ചുർ ഡെത്ത് എന്ന് പറയും. സമയമാവുമ്പോഴേ എന്നതിന് മുമ്പേ മരിക്കുന്നതിന് എന്ന് പറഞ്ഞ മാതിരി ഇതങ്ങനെയാണ്. നുബൂഗ് എന്ന് പറഞ്ഞാൽ എക്സലൻസ്, കഴിവ്. അതുപോലെ തന്നെ ഹിക്മത്ത്, യുക്തി. ഒരു കുട്ടിക്ക് നല്ല മികവും കഴിവും യുക്തിയും ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക? അതിനൊരു പ്രായമുണ്ട്. ആ പ്രായത്തിന് മുമ്പേ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകന് അള്ളാഹു അത് നൽകി എന്നർത്ഥം. നുബൂഗ് എന്ന് പറഞ്ഞാൽ എക്സലൻസ് എന്നർത്ഥം, കഴിവ്, മികവ്. അതുപോലെ തന്നെ നമ്മളെ നല്ല ഒരു എല്ലാ കാര്യത്തിലുമുള്ള നിപുണത. അതുപോലെ തന്നെ ഹിൽമ്, സഹനത നൽകി. വൽ ഇൽമു, അറിവ് നൽകി. വൽ കിതാബു ഫിസ്സിഗരി, ചെറുപ്പത്തിലെ എഴുത്തും വായനയും നൽകി. ഇതാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കും, എന്താണ് അള്ളാഹു സമയത്തിന് തരാത്തത് എന്ന് കരുതേണ്ട. അള്ളാഹുവിൻ്റെ യുക്തിക്കും അറിവിനും അനുസരിച്ച്, താല്പര്യത്തിനും അനുസരിച്ച് നമുക്കേറ്റവും യോഗ്യമായ സമയത്ത് തരും. നമുക്കേറ്റവും ആവശ്യമായ സമയത്തല്ല, നമുക്കേറ്റവും യോഗ്യമായ സമയത്ത് അള്ളാഹു അത് നൽകുമെന്ന് ഉറപ്പാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സക്കരിയ നബി അലൈഹിസ്സലാം. എന്തായാലും മകന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വഹുസ്സബിൽ ഹനാൻ, അദ്ദേഹം നൈർമല്യവും സൗമ്യതയുമുള്ള, മറ്റുള്ളവരോട് കരുണയും കടാക്ഷവുമുള്ള ആളായിരുന്നു. ഹനാൻ എന്ന് പറഞ്ഞാൽ അതാണ് കമ്പാഷൻ, ദയയുള്ളയാളായിരുന്നു. വസ്വലാഹി, മറ്റുള്ളവരോട് നന്മയുള്ളയാളായിരുന്നു. വത്തഖ്വ, ഭയഭക്തിയുള്ളയാളായിരുന്നു. വൽ ബിർരി ബിൽ വാലിദൈനി, സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന കുട്ടിയായിരുന്നു. വരിക്കത്തി, നൈർമല്യമുള്ള ആളായിരുന്നു. രക്കത്ത്, നിർമ്മലത എന്ന് പറയുന്നത് ചെറിയല്ല, സൗമ്യം എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ പെരുമാറുക, ദയയോടെ പെരുമാറുക. ഇനി അടുത്ത രണ്ട് വാക്കുകൾ നോക്കുക. ലീനുൽ കനഫ്, ഹഫ്ലുൽ ജനാഹ്. വഖ്ഫിൽ ജനാഹുമാനിദ്ദുൽ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും അർത്ഥം തവാളോ എന്നാണ്. എന്താ തവാളോ എന്ന് പറഞ്ഞാൽ? അഹങ്കാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിനയം. ഓക്കെ, ലീനി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗമ്യത. ഹഫ്ല് എന്ന് പറഞ്ഞാലും താഴ്ത്തി കൊടുക്കുക, ഹഫല താഴ്ത്തി കൊടുക്കുക. ജനാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചിറകാണ് അല്ലേ? കനഫ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. ലീനുൽ കനഫ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അർത്ഥം വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം സൗമ്യമാവുക എന്നല്ല, എല്ലാവരോടും സൗമ്യതയോടെ, അഥവാ എല്ലാവരോടും വിനയത്തോടെ പെരുമാറുക. ഹഫ്ലുൽ ജനാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറക് താഴ്ത്തി കൊടുക്കുക എന്നർത്ഥം. ചിറക് താഴ്ത്തി കൊടുക്കുക എന്നുള്ളതല്ല അവിടെ നേരിട്ട് അർത്ഥം, മറിച്ച് എല്ലാവരെ കാണുമ്പോഴും ഒരു തവാളോടെ, ഒരു വിനയത്തോടെ പെരുമാറുക. ഈ ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഹനാൻ, ദയയുണ്ടായിരുന്നു. സ്വലാഹ്, നന്മയുണ്ടായിരുന്നു. തഖ്വ, ഭയഭക്തി ഉണ്ടായിരുന്നു. ബിർരി ബിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള നല്ല ഗുണമുണ്ടായിരുന്നു. വരക്കത്തി, സൗമ്യഭാവമുണ്ടായിരുന്നു. വലീനുൽ കനഫി വ ഹഫ്ലുൽ ജനാഹ്, വിനയമുണ്ടായിരുന്നു.
വറബത്തല്ലാഹു അലാ കൽബി സക്കരിയ. അങ്ങനെ അള്ളാഹു റബത്താറിനെ ബന്ധിപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ അള്ളാഹു ഈ ഒരു കാര്യത്തെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി. അഥവാ അദ്ദേഹത്തിന് തോന്നലുണ്ടാക്കി, അദ്ദേഹത്തിന് ഉറപ്പുണ്ടാക്കി ഒരു മകൻ ഉണ്ടാവാൻ പോവുകയാണ്. അറാഹു, അങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുത്തു. റഅ എന്നുള്ളതിൻ്റെ അഫ്അല വസനാണ്. റഅന കാണുക എന്നാണ്, അറാന കാണിക്കുക എന്നാണ്. അറാഹു, ഈ സക്കരിയ നബിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുത്തു, തെളിവുകളെ കാണിച്ചു കൊടുത്തു. തദുല്ലു, ആ തെളിവുകൾ തെളിയിക്കുന്നു അല ഖുദ്റത്തില്ലാഹിൽ വാസിഅ, അള്ളാഹുവിൻ്റെ വിശാലമായ കഴിവ് എന്താണ്. പിന്നെ വഅന്നഹു, എന്താണ് ആ ഖുദ്റത്ത്? വഅന്നഹു അല്ലാഹു യഫ്അലു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുക, അല്ലാതെ ആളുകൾ പറയുന്ന പോലെയല്ല. വയഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതാണ് അള്ളാഹു സൃഷ്ടിക്കുക, അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല. വഅറാഹു, അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. തസറുഫഹു, അള്ളാഹുവിൻ്റെ ക്രിയാവിക്രിയങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ. ഫി ഖൽഖിഹി, അള്ളാഹുവിൻ്റെ അടിമകളിൽ, സൃഷ്ടികളിൽ. വഫി അഅ്ളാഇ ജിസ്മിഹി, ആ സൃഷ്ടികളുടെ ശരീരത്തിലെ അവയവങ്ങളിൽ അള്ളാഹു എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ യുഹർരികു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ച സാധനത്തെ അള്ളാഹു ചലിപ്പിക്കും. കാലങ്ങളായി വിവിധ തരത്തിലുള്ള ഡോക്ടർമാർ നിരന്തരം പരീക്ഷിച്ചിട്ടും അനങ്ങാത്ത ശരീരഭാഗങ്ങൾ അള്ളാഹു ഒരു അത്ഭുതം എന്ന പോലെ അനക്കിയിട്ടുണ്ടാവും, അല്ലേ? അപ്പം ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ സക്കരിയ നബിയുടെ എല്ലുകളെല്ലാം ശോഷിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ കുട്ടി ഉണ്ടാവുക? ആ എല്ലുകൾക്ക് അള്ളാഹു ബലം കൊടുത്താൽ പോരെ? യുഹർരിക്കു, അള്ളാഹു ചലിപ്പിക്കും. മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയുഅത്തിലു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ ചലിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ഹറക്ക എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അത്തല. ഒത്തിലത്ത് പറഞ്ഞാൽ ഒഴിവ് എന്നാണല്ലോ, ഒഴിവ് ദിവസം. അത്തല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, പ്രവർത്തിക്കാതിരിക്കുക. ഓക്കെ. വതഹഖഖ, അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. അന്നൽ കൗന, ഈ പ്രപഞ്ചം മുഴുവൻ, കുല്ലഹു, ഈ പ്രപഞ്ചം മുഴുവൻ ബിയദിഹി, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. കൗന് പറഞ്ഞ പ്രപഞ്ചം. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, അള്ളാഹു മയ്യത്തിൽ നിന്ന് ജീവനുള്ള ആളുകളെ അള്ളാഹു പുറപ്പെടുവിക്കും. യുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, മരിച്ചവരിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് മയ്യത്തിനെ ഉണ്ടാക്കും അള്ളാഹു. യർസുഖു മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു റിസ്ക് നൽകും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ നൽകും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓരോ വാക്കുകളുടെയും അർത്ഥം ശ്രദ്ധിക്കുക. പിന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും ഈ ഒരു കഥ ഒരു നല്ല രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.